Hi, hello. Dietitian grade 2 animal tissues session 1. നമ്മൾ അനിമൽ ടിഷ്യൂവിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അനിമൽ ടിഷ്യൂവിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് ടിഷ്യൂസ്? ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിങ് എ സിമിലർ ഫംഗ്ഷൻ. സിമിലർ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന സെൽസിന്റെ ഗ്രൂപ്പിനെയാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് അത് ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ആയിരിക്കണം. ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് പെർഫോമിംഗ് ദ സിമിലർ ഫംഗ്ഷൻ ആണ് ഓർഗൻസ്. ഓർഗൻസ് ചേർന്നാൽ ഓർഗൻ സിസ്റ്റം ചേർന്നാൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അനിമൽസിലെ ടിഷ്യൂസും പ്ലാന്റ്സിലെ ടിഷ്യൂസും ഡിഫറെന്റ് ആണ്. നമുക്ക് പഠിക്കാനുള്ളത് അനിമൽ ടിഷ്യൂസ് ആണ്. അനിമൽ ടിഷ്യൂസിനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. നമുക്കറിയാം എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കവറിംഗ് ഓഫ് ദ ബോഡി, മെയിൻലി പ്രൊട്ടക്ഷൻ ആണ് അതിന്റെ ഫംഗ്ഷൻ. അടുത്ത എന്താ? കണക്റ്റീവ് ടിഷ്യൂ. പേര് പോലെ തന്നെ as the name implies it connect the tissues, so it is connective tissue. മസ്കുലാർ ടിഷ്യൂ, മസിൽസിന്റെ പെക്യുലാരിറ്റി എന്താ? കൺട്രാക്ഷൻ, റിലാക്സേഷൻ അല്ലെ. അപ്പൊ കൺട്രാക്ഷൻ വേണ്ടിടത്ത് ഉള്ള ടിഷ്യൂസിനെയാണ് മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത്. നെർവസ് ടിഷ്യൂ, ഞാൻ പറയുന്ന കേൾക്കുന്നത് അത് നെർവ്സ് വഴി ബ്രെയിനിൽ എത്തുന്നതുകൊണ്ടും ബ്രെയിൻ നിങ്ങളോട് കേട്ടോളാൻ നെർവ്സ് വഴി പറയുന്നതുകൊണ്ടും ആണല്ലേ. അപ്പൊ നെർവസ് ടിഷ്യൂ. ഇങ്ങനെ 4 തരം ടിഷ്യൂസ് ആണ് അനിമൽസിൽ കാണുന്നത്. അപ്പൊ അനിമൽ ടിഷ്യൂസ് ആർ ഓഫ് 4 ടൈപ്സ്: എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. ടിഷ്യൂസിനെ കുറിച്ചുള്ള സ്റ്റഡി എന്താ പറയാ? ഹിസ്റ്റോളജി. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. On the basis of the function they perform in the body of multicellular animals, the animal tissues are classified as epithelial tissue, muscle or muscular tissue, connective tissue and nervous tissue. നമ്മുടെ ബോഡി നേരത്തെ ഞാൻ പറയുണ്ടായ ഓരോരുത്തരുടെയും ഫംഗ്ഷൻ എന്താണെന്നല്ലേ, വളരെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ആ ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എടുത്ത് നോക്കിയാൽ തന്നെ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ അനിമൽസിന്റെ ബോഡിയിൽ ഇവർ പെർഫോം ചെയ്യുന്ന ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ടിഷ്യൂസിനെ, അനിമൽ ടിഷ്യൂസിനെ എപ്പിത്തീലിയൽ ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമുക്ക് പഠിക്കണം. 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നതാണ് സിംപ്ലസ്റ്റ് ടിഷ്യൂ. പക്ഷെ എപ്പിത്തീലിയൽ ടിഷ്യൂ സിംപ്ലസ്റ്റ് ടിഷ്യൂ ആണെങ്കിലും നമുക്ക് പഠിക്കാൻ അത്ര വലിയ സിമ്പിൾ ഒന്നും അല്ല, കോംപ്ലക്സ് ആണ്. കാരണം പലതരത്തിലുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ പണി എന്താ? പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ആണത്. നമുക്ക് ഒരു ഫ്ലോറിൽ ടൈൽസ് ഇട്ട് കഴിഞ്ഞാൽ ആ ടൈൽസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ. അതുപോലെ ഇടയിൽ സ്പേസ് ഒന്നും ഇല്ലാതെ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ടൈറ്റ്ലി പാക്ഡ് അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ചെയ്യുന്ന സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇവരുടെ ഇടയിലുള്ള സ്പേസ് നമുക്കറിയാം. 2 സെല്ലിന്റെ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഇന്റർ സെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇന്റർ സെല്ലുലാർ മാട്രിക്സിനകത്ത് സെൽസ് ഓഫ് എപ്പിത്തീലിയം കണ്ടെയ്ൻ വെരി ലിറ്റിൽ ഓർ നോ ഇന്റർസെല്ലുലാർ മാട്രിക്സ്. ആ രണ്ടിന്റെ ഇടയിൽ വളരെ കുറവ് ഇല്ലെന്ന് തന്നെ പറയാം ഇന്റർസെല്ലുലാർ മാട്രിക്സ്. അതായത് അവര് ഭയങ്കര ടൈറ്റ് ആയിട്ട് പാക്ഡ് ആണ്, ക്ലോസ്ലി പാക്ഡ്, ഡെൻസ്ലി പാക്ഡ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂ സിംപ്ലസ്റ്റ് ടിഷ്യൂ ആണ്, പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ആണ്, ടൈറ്റ്ലി പാക്ഡ് ആണ്. അതിനകത്ത് വളരെ കുറച്ച് ഇന്റർസെല്ലുലാർ മാട്രിക്സേ ഉള്ളൂ. Epithelial tissue is the simplest tissue. It is the protective tissue of the animal body. The cells of the tissue are tightly packed and they form a continuous sheet. Cells of epithelium contain very little or no intercellular matrix. ഇനിയാണ് നമുക്കറിയാം 2 ആള് തമ്മിൽ 2 സെല്ലുകളുടെ ഇടയിലുള്ള ഇന്റർസെല്ലുലാർ മാട്രിക്സ് ഒക്കെ ഭയങ്കര കുറവാണെന്ന് പറയുമ്പോൾ ഈ 2 ബോഡി സിസ്റ്റത്തിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യാം. സ്കിന്നിന്റെ, അതുപോലെ ബക്കൽ ക്യാവിറ്റി, ബ്ലഡ് വെസൽസ്, ആൽവിയോളെ, കിഡ്നി ട്യൂബ്യൂൾസ്, ഒവിഡക്റ്റ്, സ്പേം ഡക്റ്റ്, ഇവിടെയൊക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂ കാണും. എവിടെയൊക്കെ ട്യൂബുകളും ഭാഗങ്ങളും ഉണ്ടോ ഇതൊന്നും കൂടാതെ സ്കിന്നിൽ ഒക്കെ കാണാവുന്ന ഒന്നാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. എല്ലായിടത്തും ഉണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ. സിംപ്ലസ്റ്റ് ആണെങ്കിലും എല്ലായിടത്തും ഉണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ. ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂല് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എവിടെയാണ് അതിന്റെ ഒക്കറൻസ്, അത് എവിടെയാണ് കാണുന്നത്, മെയിൻലി സീൻ ഇൻ എവിടെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ ഫംഗ്ഷനും. മിക്കവാറും എല്ലാത്തിന്റെയും ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ. ചില ആൾക്കാർ അബ്സോർപ്ഷൻ, ചില ആൾക്കാർ സെക്രീഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് മാത്രം. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ തന്നെയാണ്. അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഒക്കറൻസ് എവിടെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് ഹെഡിങ് എഴുതിയിട്ട് അത് കാണുന്ന സ്ഥലങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതൊരു പേപ്പറിൽ എഴുതാം. അപ്പൊ ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂ അതിന്റെ ഒക്കറൻസ്, അതുപോലെ ഓരോ എപ്പിത്തീലിയൽ ടിഷ്യൂ ഒക്കറൻസ് ആകുമ്പോൾ നിങ്ങൾ അത് എവിടെയെങ്കിലും സേവ് ചെയ്യുകയോ പേസ്റ്റ് ചെയ്യുകയോ നിങ്ങളുടെ മൊബൈലിന്റെ വാൾപേപ്പർ ആയിട്ട് വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിൽ പതിയും. നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും പഠിക്കാൻ.
അങ്ങനെ പഠിക്കുന്നതായിരിക്കും ഇത് പഠിക്കാനുള്ള എളുപ്പവഴി. ഇല്ലെങ്കിൽ ഇവിടെ ഏത് എപ്പിത്തീലിയമാണ്, വേറെ സ്ഥലത്ത് ഏത് എപ്പിത്തീലിയാന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇനി എപ്പിത്തീലിയൽ ടിഷ്യൂ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. സ്ക്വാമസ് ഉണ്ട്, ക്യൂബോയിഡലുണ്ട്, കോളംനാർ ഉണ്ട്, സിലിയേറ്റഡ് ഉണ്ട്, പറയും ഓരോരുത്തരായിട്ട്. ഇവരാരാണെങ്കിലും എപ്പിത്തീലിയൽ ടിഷ്യൂ റെസ്റ്റ് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനെ നമ്മൾ പറയുന്ന പേരാണ് ബേസ്മെന്റ് മെംബ്രെയിൻ. ബേസ്മെന്റ് മെംബ്രെയിൻ. അതിനകത്ത് ഒരു സ്പെഷ്യൽ പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീന്റെ പേരാണ് കൊളാജൻ. കൊളാജൻ. അപ്പൊ ഇറ്റ് ഓൾസോ ഫോംസ് എ ബാരിയർ ടു കീപ് ഡിഫറെന്റ് ബോഡി സിസ്റ്റംസ് സെപ്പറേറ്റ്. The skin and the lining of the buccal cavity, blood vessels, alveoli of lungs and kidney tubules are made of epithelial tissue. ഇതല്ല ഇനി ഇഷ്ടംപോലെ സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. Epithelial cells lie on a delicate non-cellular basement membrane which contain a special form of matrix protein called collagen. അപ്പോൾ epithelial tissue rests on basement membrane. Epithelial tissue may be simple, composed of a single layer of cells, അല്ലെങ്കിൽ stratified. അങ്ങനെ എപ്പിത്തീലിയൽ ടിഷ്യൂ പലതരത്തിൽ കാണാം. എപ്പിത്തീലിയൽ ടിഷ്യൂ സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഒരൊറ്റ ലെയർ ഉള്ളതിനെയാണ് നമ്മൾ സിമ്പിൾ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ലെയർ ആണെങ്കിൽ നമ്മൾ അതിനെ കോംപ്ലക്സ് എന്നോ കോമ്പൗണ്ട് എന്നൊക്കെ പറയും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം, ഒരു വാക്ക് ഓർത്തോളാം, സ്യൂഡോ എന്ന വാക്കൊന്ന് ഓർത്തോളാം കേട്ടോ. സ്യൂഡോ. താഴെ ഞാൻ സ്യൂഡോ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ എഴുതാം, അത്ര ക്ലിയർ അല്ല. ഓക്കെ, സ്യൂഡോ എന്ന വാക്കിന്റെ അർത്ഥം ഫോൾസ് എന്നാണ്. അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂ സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്. സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ലെയർ സെൽസ് മാത്രമുള്ളതിനെയാണ് സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതലുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഒന്നിൽ കൂടുതലുള്ളതിനെ നമ്മൾ കോംപ്ലക്സ്, കോമ്പൗണ്ട് എന്നൊക്കെ പറയും. ഇനി ഒരു ടൈപ്പ് ഉണ്ട് സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്നത്. സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് സെൽസ് ഉള്ളതിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വേറൊന്നും കൂടെ നമുക്ക് പറയാം, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ്. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റ എന്ന വാക്കിന്റെ അർത്ഥം ഡിഫറെന്റ് ലെവൽ എന്നുള്ള രീതിയിലാണ്. സ്ട്രാറ്റ, ലെവൽ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ലെയർ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എങ്ങനെയാന്ന് ചോദിച്ചാല് ഒരു ലെയർ ഉണ്ടാവും, പിന്നെ ഒരു ലെയർ ഉണ്ടാവും. ഈ ലെയേഴ്സ് തമ്മിൽ ഹൈറ്റിലെ ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 2 ലെയർ ആണെന്ന് തോന്നും. പക്ഷെ 2 ലെയർ ആണോ? അല്ല, സിംഗിൾ ലെയർ ആണ്. അങ്ങനെ നമ്മൾ 2 ലെയർ ആണെന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ ഒറ്റ ലെയർ മാത്രമുള്ള സെല്ലിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. 2 ലെയർ ആണെന്ന് തോന്നിപ്പിക്കുക എന്നാൽ ഒരു ലെയറുമുള്ള എപ്പിത്തീലിയത്തിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം അല്ലെങ്കിൽ സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്യൂഡോ. അത് നമ്മളെ ഫാൾസ് സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. അതുകൊണ്ടാണ് അതിനെ സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് വിളിക്കുന്നത്. എന്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ? ഓൾറെഡി നമ്മൾ പറഞ്ഞു, പ്രൊട്ടക്ഷൻ. മെയിൻ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ. ഡ്രൈയിങ്, ഇഞ്ചുറി, കെമിക്കൽ ഇഫക്ട്സ്, ഇതിൽ നിന്നൊക്കെ അണ്ടർലൈൻ സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ. നമുക്കറിയാം ഔട്ടർ ലെയർ ഓഫ് ദ സ്കിൻ ആണ് അല്ലെ. അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും ഒക്കെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ അലിമെന്ററി കനാലില്, അതുപോലെ മൗത്തില്, ഇവിടെ ഈ ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവിടെയൊക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്. എവിടെയൊക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ടോ അവിടെയൊക്കെ പ്രൊട്ടക്ഷൻ നടന്നിരിക്കും. The cells of the body surface form the outer layer of the skin. These cells protect the underlying cells from drying, injury, and chemical effects. They also protect the body from viral or bacterial infection. Inside the body, epithelial cells form the lining of the mouth and alimentary canal and protects these organs. നമുക്കറിയാം, പ്രൊട്ടക്ഷൻ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂന്റെ മെയിൻ ഫംഗ്ഷൻ. ഇനി ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പിത്തീലിയൽ ടിഷ്യൂ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. വാട്ടറിനെയും ന്യൂട്രിയൻസിനെയും അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ വേസ്റ്റ് പ്രോഡക്ട്സിനെ എലിമിനേറ്റ് ചെയ്യാനും സഹായിക്കും. എപ്പിത്തീലിയൽ ടിഷ്യൂ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് സഹായിക്കും, പ്രൊട്ടക്ഷന് സഹായിക്കും, വേസ്റ്റ് പ്രോഡക്ട്സിനെ എലിമിനേറ്റ് ചെയ്യാനും സഹായിക്കും. ചില ആൾക്കാര് ഇതിനകത്ത് ചില എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് ഗ്ലാൻഡുലാർ ആണ്. ഗ്ലാൻഡുലാർ എന്ന് പറഞ്ഞാൽ ഗ്ലാൻസ് ആണ്. ഗ്ലാൻസിന്റെ ഫംഗ്ഷൻ എന്താ? ഗ്ലാൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്രീഷൻ അല്ലെ. ഗ്ലാൻസിന്റെ ഫംഗ്ഷൻ സെക്രീഷൻ ആണ്. നമുക്കറിയാം സ്വെറ്റ് ഗ്ലാൻസ്, സലൈവറി ഗ്ലാൻസ്, ഇതൊക്കെ ഗ്ലാൻസ് ആണ്. ഇതൊക്കെ എക്സോക്രൈൻ ഗ്ലാൻസ് ആണ്. സ്വെറ്റ് ഗ്ലാൻഡ്, സലൈവറി ഗ്ലാൻഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് അതിനെ എടുത്തു പറഞ്ഞത് സലൈവറി ഗ്ലാൻഡിനെ. കാരണം സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് 3 pairs of glands ആണ്. പരോട്ടിഡ് ഗ്ലാൻഡ്, സബ്ലിംഗ്വൽ ഗ്ലാൻഡ്, സബ് മാക്സിലറി ഓർ സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്സ്. കളക്റ്റീവ് സെക്രീഷൻ ആണ് സലൈവ. ഇതെന്ന് പറഞ്ഞാൽ ഡക്റ്റഡ് ഗ്ലാൻഡ്സ് ആണ്. എവിടെയാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ നിന്ന് ആ സെക്രീഷൻസ് ഡക്റ്റിൽ കൂടെയാണ് ടാർഗറ്റ് ഓർഗനിൽ എത്തുന്നത്. ഡക്റ്റഡ് ഗ്ലാൻഡ്സ് ഉണ്ട്. ഗ്ലാൻഡ്സിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? സെക്രീഷൻ ആയിരിക്കും. അത് എക്സോക്രൈൻ ആണെങ്കിലും എൻഡോക്രൈൻ ആണെങ്കിലും ഗ്ലാൻഡ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്രീഷൻ ആയിരിക്കും.
അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂ പ്രൊട്ടക്ഷൻ നടത്തും, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് നടത്തും, എപ്പിത്തീലിയൽ ടിഷ്യൂ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് നടത്തും, അതുപോലെ തന്നെ സെക്രീറ്ററി ഫംഗ്ഷനും ചെയ്യും. ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂ റെസ്റ്റ് ചെയ്യുന്ന മെംബ്രെയിനെ പറയുന്ന പേര് ബേസ്മെന്റ് മെംബ്രെയിൻ എന്നാണ്. അപ്പൊ നമുക്കറിയാം പലതരത്തിലുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂടെ പേര് കണ്ടാൽ തന്നെ സ്ക്വാമസ്, ക്യൂബോയിഡൽ, കോളംനാർ, ഗ്ലാൻഡുലാർ, സിലിയേറ്റഡ്. അല്ലെ ക്യൂബോയിഡൽ എന്ത് ഷേപ്പ് ആയിരിക്കും? ക്യൂബ് ഷേപ്പ്. കോളംനാർ എന്ത് ഷേപ്പ് ആയിരിക്കും? കോളം ആയിട്ട് സ്ലെൻഡർ ആയിട്ട് ലോങ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്, എപ്പിത്തീലിയം ആണ് കോളംനാർ എപ്പിത്തീലിയം. ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. സിലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഫ്രീ സർഫസിൽ സിലിയ കാണുവാണെങ്കിൽ നമ്മൾ അതിനെ സിലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയും. സിലിയേറ്റഡ് എപ്പിത്തീലിയം സിലിയേറ്റഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആവാം, സിലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം ആവാം, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ആവാം. നമുക്ക് പറയാം സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളംനാർ എപ്പിത്തീലിയം, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ആൻഡ് സിലിയേറ്റഡ് എപ്പിത്തീലിയം. So animal tissues are broadly classified to 4 types: epithelial tissue, connective tissue, muscular tissue, nervous tissue. Epithelial tissue is again divided into squamous epithelium, cuboidal epithelium, columnar epithelium, glandular epithelium and ciliated epithelium. Squamous epithelium ഒരു നമ്മളിപ്പോ നടന്നു പോകുന്ന വീടിന്റെ പുറത്ത് സ്ഥലങ്ങളിലൊക്കെ നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ ഇന്റർലോക്കിംഗ് ടൈൽസ് ഉണ്ടാവും. ഈ ഇന്റർലോക്കിംഗ് ടൈൽസ് എന്ന് പറഞ്ഞാൽ വളരെ ചേർന്നിരിക്കുന്ന ടൈൽസ് ആയിരിക്കും. അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ റെഗുലർ ആയിട്ടുള്ള ബൗണ്ടറീസ് ആയിരിക്കും. പക്ഷെ സ്ക്വാമസ് എപ്പിത്തീലിയം അങ്ങനെയല്ല. നമ്മൾ ടൈൽസ് ഒക്കെ വിരിച്ചതുപോലെ ഇറഗുലർ ബോർഡർ ഉള്ള ടൈൽസ് ക്ലോസ്ലി പാക്ഡ് ആയിട്ട് അടുക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും? വളരെ തിന്നായിട്ട് അടുക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കുന്നതാണ് നമ്മുടെ സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം is made up of thin, flat, irregular shaped cells which fit together like floor tiles to form a compact tissue. Squamous epithelium is also known as tessellated or pavement epithelium. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ടെസല്ലേറ്റഡ്, പേയ്മെന്റ്, ഇങ്ങനെ വേറെ എക്സ്ട്രാ പേരുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ പേരുകളൊക്കെ നിങ്ങൾ പ്രത്യേകം പഠിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്ക്വാമസ് എപ്പിത്തീലിയം ആണെന്ന് അറിയായിരിക്കും. പക്ഷെ അതേ സ്ഥാനത്ത് സ്ക്വാമസ് ഉപയോഗിക്കുന്നതിന് പകരം ടെസല്ലേറ്റഡ് എപ്പിത്തീലിയം എന്നോ പേയ്മെന്റ് എപ്പിത്തീലിയം എന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ വേറെ പേരുകൾ ഉണ്ടെങ്കിൽ ആ പേരുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. സ്ക്വാമസ് എപ്പിത്തീലിയം is otherwise known as tessellated epithelium or pavement epithelium. പേയ്മെന്റ് എപ്പിത്തീലിയം എങ്ങനെയായിരിക്കുന്ന സ്ക്വാമസ് എപ്പിത്തീലിയം? വളരെ തിന്നായിട്ടുള്ള ഇറഗുലർ ബോർഡർ ഉള്ള വളരെ നമ്മളെ ടൈൽസ് ഒക്കെ ഒട്ടിച്ചു വെച്ച പോലെ ഇരിക്കുന്ന ബേസ്മെന്റ് മെമ്പറൈനിൽ റെസ്റ്റ് ചെയ്യുന്ന വളരെ തിൻ ലെയർ ഓഫ് ആയിട്ടുള്ള എപ്പിത്തീലിയം ആണ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് എവിടെ കാണുന്നു എന്നുള്ളതാണ്. Occurrence. It forms the delicate lining of cavities, mouth, esophagus, nose, pericardium എന്ന് പറഞ്ഞ ഹാർട്ടിന്റെ കവറിംഗ്. Double layered membrane of the heart is known as pericardium. Alveoli, gaseous exchange നടക്കുന്ന സ്ഥലമാണ് alveoli. And of blood vessels and covering of the tongue and skin. ഇപ്പൊ നമ്മള് സ്ക്വാമസ് എപ്പിത്തീലിയം പഠിച്ചു. സ്ക്വാമസ് എപ്പിത്തീലിയം എങ്ങനെയാണെന്ന് പഠിച്ചു. അത് എവിടെയൊക്കെയാണ് കാണുന്നതെന്നാണ് ആദ്യം എഴുതി വെക്കേണ്ടത്. ഒരു പേപ്പർ എടുക്കുക, അതിനകത്ത് സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് എഴുതാം, എവിടെയാണ് കാണുന്നതെന്ന് എഴുതാം. ഇത് എവിടെയെങ്കിലും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒട്ടിച്ചു വെച്ച് കാണാം. നിങ്ങൾ ഇരിക്കുന്ന ടേബിളിലോ നിങ്ങൾ ആദ്യം കാണുന്ന സ്ഥലത്തോ നിങ്ങളുടെ മൊബൈലിന്റെ വാൾപേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ എവിടെയെങ്കിലും നമ്മൾ നിന്ന് നോക്കുക. ഒരു ദിവസത്തില് ഒരു പ്രാവശ്യമെങ്കിലും ഈ എപ്പിത്തീലിയം ഒക്കെ എവിടെയാണെന്ന് നമ്മുടെ കണ്ണിൽ പെടണം. കണ്ണിൽ പെട്ടാൽ മനസ്സിലും പെടും. It forms the delicate lining of cavities, mouth, esophagus, nose, pericardium, alveoli and of blood vessels and covering of the tongue and skin. എന്താ ഫംഗ്ഷൻ? എല്ലാ എപ്പിത്തീലിയത്തിനും ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ തന്നെയാണല്ലേ. പ്രൊട്ടക്ഷൻ ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി, എൻട്രി ഓഫ് ജേംസ്, അങ്ങനെ പല സാധനങ്ങളുടെയും, അതായത് നമ്മുടെ എവിടെയാണോ ഈ എപ്പിത്തീലിയം ഉള്ളത് അതിന്റെ താഴെയുള്ള സെൽസിനൊന്നും ഒരു ഡാമേജും വരാതെ ആരും അതിനെ നശിപ്പിക്കാതെ, ജേംസ് വന്നാലും നശിപ്പിക്കപ്പെടും അല്ലെ, ഇരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇപ്പൊ ഡ്രൈയിങ് ആണെങ്കിലും ശരി, കെമിക്കൽ അറ്റാക്കിൽ നിന്നാണെങ്കിലും ശരി, മെക്കാനിക്കൽ ഇഞ്ചുറി എന്നാണെങ്കിലും ശരി, എൻട്രി ഓഫ് ജേംസ് എന്നാണെങ്കിലും എല്ലാത്തിനും പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ് സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ. ഇറ്റ് ഫോംസ് എ സെലക്റ്റീവ്ലി പെർമിയബിൾ സർഫസ്. അതൊരു സെലക്റ്റീവ്ലി പെർമിയബിൾ സർഫസ് ആണ് ത്രൂ വിച്ച് ഓൾട്രേഷൻ ഒക്കേഴ്സ്. അതിൽ കൂടെയാണ് ഓൾട്രേഷൻ ഒക്കെ നടക്കുന്നത്. അപ്പൊ സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെലക്റ്റീവ്ലി പെർമിയബിൾ, ഇറ്റ് പ്രൊട്ടക്ട് ദ അണ്ടർലൈങ് പാർട്സ് ഓഫ് ദി സെൽ. അത് എപ്പിത്തീലിയം എവിടെയാണോ കവറിംഗ് ആയിട്ടിരിക്കുന്നത് അതിന്റെ അടിയിലുള്ള സെൽസിനെ അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കും. സ്ട്രാറ്റിഫൈഡ് കെരാറ്റിനൈസ്ഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. ആ പേര് നോക്കിയേ, സ്ട്രാറ്റിഫൈഡ് കെരാറ്റിനൈസ്ഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. നമുക്ക് ഈ സ്ക്വാമസ് എപ്പിത്തീലിയം എന്താന്ന് മനസ്സിലായി.
അതിനകത്ത് കെരാറ്റിൻ ഇസ് എ പ്രോട്ടീൻ അല്ലെ, കെരാറ്റിൻ എന്നൊരു പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, കെരാറ്റിനൈസ്ഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഓക്കെ, കെരാറ്റിൻ ഉള്ളതാണ് കെരാറ്റിനൈസ്ഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. അടുത്തത് എന്താണ് ഈ സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ? സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ ലെയർ, ലെവൽ, ഡിഫറെന്റ് ലെവൽസ്, ഡിഫറെന്റ് സ്ട്രാറ്റ, ഡിഫറെന്റ് ലെയേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ സ്ട്രാറ്റിഫൈഡ് keratinized squamous epithelium. It is found in the skin and covers the external dry surface of skin. സ്കിന്നിലും എക്സ്റ്റേണൽ ഡ്രൈ സർഫസിലും, സ്കിന്നിന്റെ എക്സ്റ്റേണൽ ഡ്രൈ സർഫസിലൊക്കെയാണ് കാണുന്നത്. ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പല ലെയേഴ്സ് ആയിട്ടാണ്. ഇത് ഒരുപോലത്തെ ലെയർ അല്ല. ഡീപ്പസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. ഫൈനലി സ്ക്വാമസ് ആയി ടുവേർഡ്സ് ദ ഫ്രീ എൻഡ് ഇറ്റ് ബിക്കംസ് സ്ക്വാമസ്. അപ്പൊ സ്ട്രാറ്റിഫൈഡ്, സ്ട്രാറ്റ, ഡിഫറെന്റ് ലെയേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽസ്, keratinized squamous epithelium എവിടെയാ കാണുക? ഫൗണ്ട് ഇൻ ദ സ്കിൻ. ഇതിനകത്ത് സൂപ്പർഫിഷ്യൽ ലെയറിൽ ഞാൻ നേരത്തെ പറഞ്ഞു കെരാറ്റിൻ ഉള്ളത് കൊണ്ടാണ് കെരാറ്റിനൈസ്ഡ് എന്ന് പറയുന്നത്. ഫ്ലാറ്റൻ സെൽസ് ഓഫ് ദ സൂപ്പർഫിഷ്യൽ ലെയർ കണ്ടെയ്ൻ എ ഫൈബറസ് പ്രോട്ടീൻ കോൾഡ് keratin. Fluidy scale-like remains of the dead squamous cells ultimately flake away. This epithelium waterproof ആണ് ഈ എപ്പിത്തീലിയം. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ഇഞ്ചുറി ഉണ്ടാക്കില്ല. ഇത്രേ ഉള്ളൂ. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം, കെരാറ്റിനൈസ്ഡ് സ്ക്വാമസ് എപ്പിത്തീലിയം പ്രൊട്ടക്ഷൻ ആണ് ചെയ്യുന്നത്. അതൊരു പരിധി വരെ ജേംസിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഏറ്റവും വലിയ പ്രൊട്ടക്റ്റീവ് കവറിംഗ് എന്ന് പറയുന്നത് സ്കിന്ന് തന്നെയാണ്. ഫിസിക്കൽ ബാരിയർ ആണ് ഇമ്മ്യൂണിറ്റിയുടെ ഫിസിക്കൽ ബാരിയർ ആണ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ സ്കിന്ന് അതിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ ക്യൂബോയിഡൽ എപ്പിത്തീലിയം, ക്യൂബ് ഷേപ്ഡ് എപ്പിത്തീലിയം ഇസ് നോൺ ആസ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബ് ലൈക്ക് സെൽസ് ആണ് അത് കാണുന്നത്. ഫ്രീ സർഫസ് എക്സഗണലായിട്ട് കാണും. നോക്കോളൂ, അതിനകത്ത് ബേസ്മെന്റ് മെമ്പറൈൻ ഉണ്ട്. ബേസ് മെമ്പറൈൻ മുകളിൽ ക്യൂബ് അടുക്കി വെച്ച പോലെ. നിങ്ങൾക്ക് ക്യൂബ് അറിയാലോ, റൂബിക്സ് ക്യൂബ് ഒക്കെ കാണുന്ന ആൾക്കാരല്ലേ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. പക്ഷെ മോൾ വശം ഏകദേശം ഹെക്സഗണലായിട്ടിരിക്കും. എവിടെയാ കാണുന്നത്? It is found in the kidney tubule, thyroid vesicle, glands like salivary gland, sweat gland, and exocrine pancreas. It forms the germinal epithelium of the gonads. ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണുന്നത് കിഡ്നി ട്യൂബിൾസിൽ കാണും, തൈറോയ്ഡ് വെസിക്കിൾസിൽ കാണും, സലൈവറി ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, എക്സോക്രൈൻ പാൻക്രിയാസ്, നമ്മുടെ ടെസ്റ്റിസിന്റെയും ഓവറിയുടെയും എപ്പിത്തീലിയം അവിടെയൊക്കെയാണ് കാണുന്നത്. എക്സോക്രൈൻ പാൻക്രിയാസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ പാൻക്രിയാസ് ഓൾറെഡി പഠിച്ചതാണ്. പാൻക്രിയാസ് ഇസ് എ ഹെട്രോക്രൈൻ ഗ്ലാൻഡ്. ആ പാൻക്രിയാസിൽ എങ്ങനെയാന്ന് വെച്ചാൽ പാൻക്രിയാസില് ഔട്ടർ പാർട്ട് എന്ന് പറയുന്നത് അല്ല, ഒരു രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് ഒരു പാർട്ട് എന്ന് പറയുന്നത് എക്സോക്രൈൻ ആണ്, ഒരു പാർട്ട് എന്ന് പറയുന്നത് എൻഡോക്രൈൻ ആണ്. എക്സോക്രൈൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാൻക്രിയാസിലെ എക്സോക്രൈൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇൻസുലിനും ഗ്ലൂക്കഗോണും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റാ സെൽസും ആൽഫ സെൽസും ഒക്കെ അടങ്ങിയ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിനെയാണ് നമ്മൾ എൻഡോക്രൈൻ പാൻക്രിയാസ് എന്ന് പറയുന്നത്. എൻഡോക്രൈൻ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ് എൻഡോക്രൈൻ പാൻക്രിയാസ്. എക്സോക്രൈൻ പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ് എക്സോക്രൈൻ പാൻക്രിയാസ്. പാൻക്രിയാസിൽ ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഉണ്ട്. നമുക്കറിയാം ട്രിപ്സിൻ ഒക്കെ നമ്മൾ പഠിച്ചാണ്. കൈമോട്രിപ്സിൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ സ്വെറ്റ് ഗ്ലാൻസ്, സലേവറി ഗ്ലാൻസ്, എക്സോക്രൈൻ പാൻക്രിയാസ് ഇവിടെയൊക്കെ കാണും. തൈറോയ്ഡ് വെസിക്കിളില്, കിഡ്നി ട്യൂബ്യൂളില്, ജെർമിനൽ എപ്പിത്തീലിയത്തിലൊക്കെ കാണും. എന്താ ഫംഗ്ഷൻ? അബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ ആൻഡ് സെക്രീഷൻ. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട്. അബ്സോർബ് ചെയ്യാൻ സഹായിക്കും, എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കും. സ്വെറ്റ് ഗ്ലാൻസ് അങ്ങനെ പഠിച്ചാൽ സ്വെറ്റ് ഗ്ലാൻസ് എന്താ ചെയ്യുക? സ്വെറ്റ് പുറത്ത് കളയും അല്ലെ, സ്വെറ്റ് സെക്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്വെറ്റ് കൂടെ പല കാര്യങ്ങളും എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ അബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ, സെക്രീഷൻ ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട്. അടുത്ത കോളംനാർ എപ്പിത്തീലിയം. കോളമായിട്ട് നീളത്തില് സ്ലെൻഡർ ആയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. നീളം കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ സെൽസ് ആണ് കോളംനാർ എപ്പിത്തീലിയം. ഇവിടെ ന്യൂക്ലിയസ് എവിടെയാ കാണാൻ? ഏകദേശം ബേസിലായിട്ടാ കാണാം. ഇതിനകത്ത് ഫ്രീ എൻഡില് ബ്രഷ് ബോർഡർ കണ്ടെയ്നിങ് മൈക്രോവിലെ ഉള്ള ബ്രഷ് ബോർഡേർഡ് അപ്പിയറൻസ്, ബ്രഷ് ഇങ്ങനെ നാര് പോലത്തെ മൈക്രോവിലെ കാണാറുണ്ട്. ഇതിന്റെ ചിലതിന്റെയൊക്കെ കോളംനാർ എപ്പിത്തീലിയത്തിന്റെ ഫ്രീ എൻഡില് എവിടെയാ കാണാൻ? ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്, സ്മോൾ ഇന്റസ്റ്റൈൻ, കോളൻ, forming a mucous membrane. It also forms the lining of the gallbladder, oviducts and facilitates movement across the cells. സ്റ്റൊമക്കില്, സ്മോൾ ഇൻറ്റസ്റ്റൈനില്, കോളനില് ഒക്കെ ഇത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഗോൾ ബ്ലാഡറിന്റെയും ഓവിഡക്റ്റിന്റെയും ഒക്കെ ലൈനിങ്ങിലും ഇത് കാണാറുണ്ട്. കോളംനാർ എപ്പിത്തീലിയം ഫംഗ്ഷൻ എന്താ? അബ്സോർപ്ഷൻ. നിങ്ങൾ മൈക്രോവിലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ മനസ്സിലാലോചിക്കുക അവിടെ അബ്സോർപ്ഷൻ ഉണ്ട്. എന്തിനാണ് എല്ലായിടത്തും ഈ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സും അങ്ങനത്തെ കുഴികളും ഡിപ്രഷൻസും ഒക്കെ കാണുന്നത്? കൂടുതൽ കാര്യങ്ങളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി, സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സർഫസ് ഏരിയ കൂട്ടുമ്പോൾ അബ്സോർപ്ഷനും കൂടും. അപ്പൊ അബ്സോർപ്ഷൻ
സ്റ്റൊമക്കിലും ഇൻഡസ്ട്രിയിലും അബ്സോർപ്ഷൻ ആണ് മ്യൂക്കസ് മെംബ്രെയിൻ. മ്യൂക്കസ് ചെയ്യുന്നത് മ്യൂക്കസ് സെക്രീറ്റി ആണ്. മ്യൂക്കസ് സെക്രീറ്റി ആരാ? ഗോബ്ലെറ്റ് സെൽസ് അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. അപ്പൊ സെക്രീഷനും അബ്സോർപ്ഷനും ആണ് കോളംനാർ എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ കോളംനാർ എപ്പിത്തീലിയം മോഡിഫൈഡ് ആയതാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഗ്ലാൻഡ്സ് ആയി certain chemicals, exocrine glands and endocrine glands. Exocrine glands എന്ന് പറഞ്ഞാൽ ducted glands. ഡക്റ്റ് ഉള്ള ഗ്ലാൻഡ്സ് ആണ്. നിങ്ങൾ ഡക്റ്റ് ഓഫ് റിവിനസ്, സെൻസൻസ് ഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാട്ടൻസ് ഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ സലൈവറി ഗ്ലാൻഡിന്റെ കാര്യത്തിൽ പഠിച്ചു അല്ലെ. സലൈവറി ഗ്ലാൻഡ് 3 പേരാണ്: പരോട്ടിഡ്, സബ്ലിംഗ്വൽ, സബ്മാക്സിലറി ഓർ സബ്മാൻഡിബുലാർ. അതിൽ ഡക്റ്റ് ഉണ്ട്. ഡക്റ്റിൽ കൂടിയാണ് സെക്രീഷൻ ഒഴുകുന്നത്. അതിന്റെ സെക്രീഷനാണ് നമ്മൾ യൂഷ്വലി എൻസൈംസ് എന്ന് പറയുന്നത്. അതേസമയം എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് ആണ്, ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻഡ്സ് ആണ്. അവരുടെ സെക്രീഷൻ എവിടുന്നാണോ ഉണ്ടാവുന്നത് അത് സൈറ്റ് ഓഫ് ഒറിജിൻ അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ടാർഗറ്റ് ഓർഗനിലേക്ക് ബ്ലഡ് സ്ട്രീമിൽ കൂടെ ഒഴുകിയാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഏത് ഓർഗനിലാണോ ഇത് എത്തേണ്ടത് അത് ടാർഗറ്റ് ഓർഗൻ. ആ ടാർഗറ്റ് ഓർഗനിൽ ഇതിനെ റിസീവ് ചെയ്യാനായിട്ട് റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻഡ്സിനെയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻ ആണ് ഹോർമോൺസ്. തൈറോയ്ഡ് ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, പീനിയൽ ഗ്ലാൻഡ്, ഇതൊക്കെ എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. നെക്സ്റ്റ് ഈസ് സിലിയേറ്റഡ് എപ്പിത്തീലിയം. സിലിയ കാണുന്നതിന് സിലിയേറ്റഡ് എപ്പിത്തീലിയം. അത് കോളംനാർ ആണെങ്കിൽ കോളംനാർ സിലിയേറ്റഡ് എപ്പിത്തീലിയം, ക്യൂബോയിഡ് ആണെങ്കിൽ ക്യൂബോയിഡ് സിലിയേറ്റഡ് എപ്പിത്തീലിയം. സിലിയ എന്ന് പറഞ്ഞാൽ ചെറിയ ബ്രഷ് ബോർഡഡ് അല്ലെങ്കിൽ ചെറിയ നമ്മുടെ എന്താ പറയാ നാര് പോലത്തെ ചെറിയ ചെറിയ ഔട്ട്ഗ്രോസിനെയാണ് നമ്മൾ ബ്രിസിൽ ലൈക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഔട്ട്ഗ്രോസിനെയാണ് പറയുന്നത്. ഇത് മിക്കവാറും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഓർഗാനിസംസിൽ ലോക്കോമോട്ടറി സ്ട്രക്ചറും കൂടിയാണ് സിലിയ. ഫോർ എക്സാമ്പിൾ പാരമീസിന് ലോക്കോമോട്ടറി സ്ട്രക്ചർ ആണ് സിലിയ. അപ്പൊ എന്തിനായിരിക്കും സഹായിക്കുന്ന? മൂവ്മെന്റിനായിരിക്കും. ഇപ്പൊ സിലിയേറ്റഡ് എപ്പിത്തീലിയം. Certain cuboidal or columnar cells have a free border that bears thread-like cytoplasmic outgrowths called cilia. Such cells form the ciliated epithelium. അതിപ്പോ cuboidal ആണെങ്കിൽ cuboidal ciliated epithelium, columnar ആണെങ്കിൽ columnar ciliated epithelium. എവിടെയാ കാണുന്നത്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണുന്നത് സ്പേം ഡക്റ്റിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ എപ്പിത്തീലിയൽ ലൈനിങ് ഓഫ് ദി ട്രക്കിയ. ട്രക്കിയ അറിയാലോ, വിൻഡ് പൈപ്പ് എന്നറിയുന്ന ട്രക്കിയ. ട്രക്കിയയിലാണ് ട്രക്കിയ ഡിവൈഡ് ചെയ്തിട്ടാണ് ബ്രോങ്കെ ആയി മാറുന്നത്. ട്രക്കിയ enters into the lungs as bronchi. അപ്പൊ ബ്രോങ്കയിൽ കാണും, കിഡ്നി ട്യൂബ്യൂൾസിൽ കാണും. അതുപോലെ ഒവിഡക്ട്, ഫലോപ്പിയൻ ട്യൂബ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഫലോപ്പിയൻ ട്യൂബ്. ഫലോപ്പിയൻ ട്യൂബിന്റെ പ്രത്യേകത അറിയാലോ, ഇറ്റ് ഇസ് എ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. രണ്ട് സ്പെർമും ഓവും കൂടെ ഫ്യൂസ് ചെയ്യുന്ന ഫലോപ്പിയൻ ട്യൂബിന്റെ ലൈനിങ്ങിലൊക്കെ കാണുന്നത് സിലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം ആണ്. സിലിയേറ്റഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണുന്നത് സ്പെർം ഡക്റ്റിലാണെങ്കിൽ സിലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം കാണുന്നത് ട്രക്കിയ, ബ്രോങ്കൈ, കിഡ്നി ട്യൂബ്യൂൾസ്, ഒവിഡക്ട്. ശ്രദ്ധിക്കണം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണുന്നത് സ്പെർം ഡക്റ്റിലാണെങ്കിൽ കോളംനാർ സിലിയേറ്റഡ് എപ്പിത്തീലിയം കാണുന്നത് ട്രക്കിയ, ബ്രോങ്കൈ, കിഡ്നി ട്യൂബ്യൂൾസ് ആൻഡ് ഒവിഡക്ട് എക്സെട്ര ആണ്. എന്താണ് ഫംഗ്ഷൻ? ഞാൻ പറഞ്ഞു സിലിയ എന്ന് പറയുന്നത് പല ഓർഗാനിസംസിന്റെയും ലോക്കോമോട്ടറി സ്ട്രക്ചർ ആണ്. അപ്പൊ ലോക്കോമോഷൻ ആയിരിക്കും അല്ലെ സഹായിക്കുന്നത്, മൂവ് ചെയ്യാൻ സഹായിക്കും. ദ റിതമിക് ബീറ്റിംഗ് ഓഫ് ദ സിലിയ. സിലിയ ഇങ്ങനെ ബീറ്റ് ചെയ്തോണ്ടിരിക്കും. സിലിയയുടെ മൂവ്മെന്റ് റിതമിക് ആയിട്ടുള്ള മൂവ്മെന്റ്, അതിനകത്തുള്ള സോളിഡ് പാർട്ടിക്കിൾസിനെ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുക, മൂവ്മെന്റിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് സിലിയേറ്റഡ് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എപ്പിത്തീലിയൽ ടിഷ്യൂനെ കുറിച്ചാണ്. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. അബ്സോർപ്ഷൻ, സെക്രീഷൻ ഒക്കെ ഇതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരാറുണ്ട്. മെയിൻ ആയിട്ട് പ്രൊട്ടക്ഷൻ ആണ്. അണ്ടർലൈൻ ടിഷ്യൂവിനെ അല്ലെങ്കിൽ അണ്ടർലൈൻ സെൽസിനെ മെക്കാനിക്കൽ ഇഞ്ചുറി, വൈറൽ ഓർ ബാക്ടീരിയൽ എൻട്രി, അതുപോലെ തന്നെ ഡ്രൈയിങ്, ഇതിനൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്ന കവറിംഗ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ തന്നെ പലതരത്തിലുണ്ട്. സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളംനാർ എപ്പിത്തീലിയം, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ആൻഡ് സിലിയേറ്റഡ് എപ്പിത്തീലിയം. അപ്പൊ നമ്മൾ എപ്പിത്തീലിയത്തിനെ കുറിച്ച് പറഞ്ഞു. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ടോപ്പിക്കില്. ഇത്രയും പഠിച്ചാൽ മതി ടിഷ്യൂവിനെ കുറിച്ച്, അനിമൽ ടിഷ്യൂവിനെ കുറിച്ച്. ഒന്നല്ല, ഇനിയുണ്ട്, ബാക്കി 4 പേരുണ്ട്. ബാക്കിയുള്ളതിനെ കുറിച്ച് വേറൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.